ഞാനപ്പോൾ ബേസിക് നോളജ് മാത്രമേ എനിക്കുള്ളൂ. സോ UAE ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാനായിട്ട് ഒരുപാട് ചാൻസസ് കിട്ടും. ഒരു ഫീൽഡൊക്കെ നോക്കി വന്നിട്ട് അത് കിട്ടാതെ ആകുമ്പോൾ സെയിൽസിലേക്കും അങ്ങനെയൊക്കെ പോകാൻ നിൽക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ ക്യാപ് കട്ട് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നാട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കുറച്ച് റീൽസ് ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തുള്ള ക്യാപ് കട്ട് എക്സ്പീരിയൻസ് മാത്രമാണ് ഉണ്ടായുള്ളൂ. എന്താണ് ഏറ്റവും ഫ്രണ്ട്ലി റെസ്യൂം. ഞാൻ UAE എന്ത് ജോബാണ് ചെയ്യുന്നത്, അതുപോലെ എത്ര സാലറി ഉണ്ട്, എങ്ങനെയാണ് ജോബ് കിട്ടിയത്, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് തന്നു. സോ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. സോ ആ വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ജോബ് വേണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് UAE വീഡിയോ എഡിറ്റിംഗ് മേഖലകളിലേക്ക് ജോലി നേടാം എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഇത് കംപ്ലീറ്റ് ആയി കാണാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഞാനിവിടെ UAE ഒരു ഇന്റീരിയർ ഡിസൈൻ കമ്പനിയിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. വീഡിയോ എഡിറ്റിംഗ്, വീഡിയോഗ്രാഫി, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, അങ്ങനെ ഉള്ള ഒരു ഇതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ UAE ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അതായത് ഓരോ കമ്പനിയും കുറേ നാളുകളായിട്ട് ഇതുപോലെ തന്നെ ഒരുപാട് ഏജൻസികളെയും അതുപോലെ തന്നെ ഫ്രീലാൻസേഴ്സിനൊക്കെയാണ് മിക്ക കമ്പനികളും വീഡിയോ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതെങ്കിൽ ഇപ്പോൾ എല്ലാ കമ്പനീസും ഇൻഹൗസായിട്ട് ഈ പറഞ്ഞ വീഡിയോ എഡിറ്റേഴ്സ്, സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്നവരൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. സോ ദുബായിൽ ഇഷ്ടംപോലെ ഓപ്പണിംഗ്, അതായത് UAE ഇഷ്ടംപോലെ ഓപ്പണിംഗ് ഉണ്ട്. വീഡിയോ എഡിറ്റേഴ്സിനായാലും വീഡിയോഗ്രാഫേഴ്സിനാണെങ്കിലും ഒക്കെ ഒരുപാട് ഓപ്പണിംഗ് ഉണ്ട്. അടുത്തത് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് UAE വീഡിയോ എഡിറ്ററായിട്ട് ജോബ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ സോഫ്റ്റ്വെയർസാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതൊക്കെ. ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ആകെ അറിയാവുന്നത് ഫോണിൽ നാട്ടിൽ വെച്ച് കുറച്ച് റീൽസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്തുള്ള ക്യാപ് കട്ട് എക്സ്പീരിയൻസ് മാത്രമാണ് ഉണ്ടായുള്ളൂ. സോ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ലൈക്ക് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ അടുത്ത് ചിലപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് കാണിച്ചു കൊടുക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറയും. സോ വീഡിയോ എഡിറ്റേഴ്സ്, വീഡിയോഗ്രാഫേഴ്സിനൊക്കെ ഉള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാനായിട്ട് ഒരുപാട് ചാൻസസ് കിട്ടും. സോ ആ ചാൻസസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ അവർ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പെട്ടെന്നൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ വീഡിയോ എടുത്തു കൊടുക്കുക. സോ അതൊക്കെ കാണുമ്പോൾ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ എടുക്കും. എൻ്റെ ഇൻ്റർവ്യൂ ടൈമിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് ഇൻ്റർവ്യൂവിന് വിളിച്ചു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസ് കൂടി വേണം, അതായത് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാനൊക്കെ അറിയണം. പക്ഷേ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ബട്ട് ഞാൻ എൻ്റെ ഉള്ള അറിവ് വെച്ച്, അതായത് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ ടൈമിൽ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. സോ അതിൻ്റെയൊക്കെ ഒരു അറിവ് വെച്ച് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയ ഇമ്പോർട്ടൻസ് ആണ്. അതായത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോണേ മുമ്പ് ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുക, എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് ഒന്ന് റെഫർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിൽ അത് ഉപകാരപ്പെടും. സോ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവരെന്നോട് ചോദിച്ചു, ഞാനപ്പോൾ ബേസിക് നോളജ് മാത്രമേ എനിക്കുള്ളൂ, ഞാനൊരു ബിഗിനറാണ്. കാരണം നാട്ടിൽ നമ്മളാകെ ചെയ്യണം എന്താ, കുറേ റീൽസ് എടുക്കും, എന്നിട്ട് സ്ലോ മോഷൻ ആക്കും, എന്നിട്ട് സ്മൂത്തൻ ചെയ്യും, ഏതെങ്കിലും ഒരു പാട്ട് കയറ്റിയിടും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് വലിയ കാര്യങ്ങൾ FX, VFX അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചു. അതിൻ്റെ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എല്ലാം പറഞ്ഞു. അതുകൊണ്ട് അവർ തന്നെ ജോബിന് സെലക്ട് ചെയ്യാണ് ചെയ്തത്. ആൻഡ് ഞാനിവിടെ ജോയിൻ ചെയ്തേ പിന്നെ എനിക്ക് ടൈം കിട്ടിയപ്പോൾ ഇരുന്ന് ഞാൻ നോക്കി അങ്ങനെ ആഫ്റ്റർ എഫക്റ്റ് പഠിച്ചു, പ്രീമിയർ പ്രോ പഠിച്ചു, എങ്ങനെ VFX ആഡ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും. AI ഇപ്പോൾ ഞാൻ മെയിൻലി AI എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഒരുവിധം എല്ലാ കാര്യങ്ങളും എനിക്ക് AI വെച്ച് ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ പറ്റും. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കമ്പനിയിൽ കയറിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഫീൽഡിലേക്കല്ല ഞാൻ പോണത്. പലരും ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആ ഒരു ഫീൽഡൊക്കെ നോക്കി വന്നിട്ട് അത് കിട്ടാതെ ആകുമ്പോൾ സെയിൽസിലേക്കും അങ്ങനെയൊക്കെ പോകാൻ നിൽക്കുന്നുണ്ട്. ഞാനും അങ്ങനെയൊക്കെ പോകാൻ നിന്നാണ്. സോ ഞാനിപ്പോൾ ഞാനും അങ്ങനെയൊക്കെ പോയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വീഡിയോ എഡിറ്റിങ്ങിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ആ ഒരു പാഷനെ ഞാൻ പ്രൊഫഷനാക്കി. ആൻഡ് അതിലൂടെ ഞാൻ ഓരോന്ന് പഠിച്ചു. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ച് അങ്ങനെയാണ് ഞാനിപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ മിക്ക കമ്പനികളും സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് പറയുന്നത് ആഫ്റ്റർ എഫക്റ്റ്, പ്രീമിയർ പ്രോ ഒക്കെയാണ്. എങ്കിലും നമുക്ക് ക്യാപ് കട്ടിൽ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹയർ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതൽ തന്നെയാണ്. സോ നിങ്ങൾ ക്യാപ് കട്ട് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ട്രൈ ചെയ്താൽ കിട്ടാതിരിക്കില്ല. അതുപോലെ തന്നെ എനിക്ക് വന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, നാട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ലൈക്ക് ഇവിടെ ഇപ്പോൾ തന്നെ കുറേ പേര് ജോബ് അന്വേഷിച്ച് വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. സോ എല്ലാ കമ്പനിയിലും ഒരു ഹയറിങ് വെച്ചാൽ തന്നെ അത് അർജൻറ്റ് ഹയറിങ് ആയിരിക്കും. സോ നാട്ടിൽ നിന്ന് ജോബിന് അപ്ലൈ ചെയ്ത് ഇവിടെ കിട്ടി അവർ നമ്മളെ സെലക്ട് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഏറ്റവും ബെസ്റ്റ് ഇവിടെ വിസിറ്റ് എടുത്ത് വരാം, ഇവിടെ വന്ന് നിന്ന് ജോബ് നോക്കുക, നല്ല പൊസിഷൻ, നല്ല ജോബിലേക്ക് കയറുക. ആൻഡ് ഫസ്റ്റ്
ബേസിക് സാലറി ഒക്കെ ആയിരിക്കും കിട്ടുള്ളൂ. ബേസിക് സാലറി 2500 ദിർഹംസ് ഒക്കെ ആയിരിക്കും ബേസിക് സാലറി കിട്ടുള്ളൂ. എങ്കിലും നമുക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് കിട്ടും. നമുക്ക് കുറച്ചുകൂടിയും നല്ല നമ്മുടെ ടീമായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി അറിവുകൾ കിട്ടും. അങ്ങനെ പയ്യെ പയ്യെ നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് എടുത്ത് വെക്കാൻ പറ്റും. ലൈക്ക് വേറൊരു കമ്പനിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, സോ നമുക്ക് അതിൽ കൂടുതൽ സാലറി കിട്ടും. അങ്ങനെ നമ്മുടെ കരിയർ പയ്യെ പയ്യെ ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. അതുകൊണ്ട് വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ അറിയാവുന്നവർ, നാട്ടിൽ ചെറിയ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യണവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ എങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യാം എന്നൊക്കെ ചോദിച്ചായിരുന്നു ഇവിടെ വന്നതിന് ശേഷം. ഇവിടെ വന്നിട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തത് ലിങ്ക്ഡിനും ഇൻഡീഡും ആണ്. ലിങ്ക്ഡിൻ, ഇൻഡീഡ്, നൗക്കരി ഗൾഫ് ഇതുപോലുള്ള ആപ്ലിക്കേഷനിലോ സൈറ്റുകളിലോ കയറിയിട്ട് നിങ്ങളുടെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂം. എന്താണ് ATS ഫ്രണ്ട്ലി റെസ്യൂം? ATS ഫ്രണ്ട്ലി റെസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഒട്ടുമിക്ക എല്ലാ കമ്പനികളും CV സെലക്ട് ചെയ്യണത്, അതായത് ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഒരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു CV സെലക്ട് ചെയ്യണത് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആയിരിക്കും. അതിനാണ് ഈ ATS സിസ്റ്റം എന്ന് പറയുന്നത്. അവരത് സെലക്ട് ചെയ്ത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത CVs മാത്രമാണ് HR-ലേക്ക് വരുള്ളൂ. സോ നമ്മൾ എപ്പോഴും CV ഉണ്ടാക്കുമ്പോൾ ATS ഫ്രണ്ട്ലി റെസ്യൂം ഉണ്ടാക്കുക. ATS ഫ്രണ്ട്ലി റെസ്യൂം ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. അതായത് നിങ്ങളിപ്പോൾ ക്യാൻവ അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിൽ ഒരു ATS ടെംപ്ലേറ്റ് എടുക്കുക. ടെംപ്ലേറ്റ് എടുത്തതിന് ശേഷം ChatGPT-നോട് നിങ്ങളുടെ റിക്വയർമെൻ്റ് ഒക്കെ പറയാം. ഞാൻ ഇന്ന ആവശ്യങ്ങൾക്ക് ഇന്ന ജോബിനാണ് നോക്കുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ഇതൊക്കെയാണ്, അപ്പോൾ എനിക്ക് ഇൻഫോ എബൌട്ട് വേണം, എൻ്റെ എഡ്യൂക്കേഷൻ പറയണം. ഇതിലൊക്കെ UAE ബേസ്ഡ് ആയിട്ട് ATS-ൽ കൂടുതൽ ചോദിച്ചു വരുന്ന കുറേ കീവേഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ്, പ്രീമിയർ പ്രോ എന്നൊക്കെ പറഞ്ഞ കുറേ കീവേഡ്സ് ഉണ്ട്. സോ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റെസ്യൂമിൻ്റെ കണ്ടൻറ്റ് അയച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. അത് നേരെ കോപ്പി ചെയ്ത് ഈ ഒരു റെസ്യൂമിലേക്ക് ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂം ഉണ്ടാക്കാവുന്നുള്ളൂ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ATS റെസ്യൂം ചെക്കർ എന്ന് പറഞ്ഞ സൈറ്റുകളൊക്കെ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ റെസ്യൂം എന്തോരം ATS ഫ്രണ്ട്ലി ആണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് UAE-ൽ ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടും. നിങ്ങൾക്ക് അതുവഴി നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധ്യതകൾ ഒരുപാടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള കണ്ടന്റുകൾക്ക് എൻ്റെ ഈ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഓക്കെ, ബൈ.